നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനം ടിവി സംഘത്തിന് നേരെ CPM ഗുണ്ടകളുടെ ആക്രമണം. ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന CPM ഓഫീസ് ഒഴിപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ദൃശ്യങ്ങൾ പകർത്തുന്നത് CPM നേതാക്കൾ തടയുകയും ചെയ്തു. റിപ്പോർട്ടർ M മനോജിന് നേരെ ക്യാമറമാൻ അനീഷിനെയും ആക്രമിക്കാനും ക്യാമറയും മൈക്കും തട്ടിപ്പറിക്കാനും സംഘം ശ്രമിച്ചു. CPMന്റെ പ്രാദേശിക യുവജന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. പേടിച്ച് പിന്മാറില്ലെന്നും ഇവിടെ നടന്നതാണ് ചിത്രീകരിച്ചതെന്നും ജനം TV സംഘം നിലപാടെടുത്തു. പാർട്ടി ഓഫീസിൽ ഇരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആക്രോശം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ഈ സമയം മുഴുവൻ CPM ഗുണ്ടകൾക്ക് അനുകൂലമായ നിലപാടുമായി പോലീസ് അവിടെയും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ച കെട്ടിടം CPM അനധികൃതമായി പാർട്ടി ഓഫീസാക്കി മാറ്റുകയായിരുന്നു. സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഇടവഴി കെട്ടിയടച്ച് അതിനു മുകളിൽ ഷീറ്റിട്ടാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചത്. കൗൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാരും ഹെൽത്ത് സ്ക്വാഡും ചേർന്നാണ് നിർമ്മാണം പൊളിച്ചുമാറ്റാൻ എത്തിയത്. കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറിയിലിരുന്ന CPM നേതാവ് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സിവിൽ സ്റ്റേഷന്റെ 4ാം നിലയിലും CPM കയ്യേറി പാർട്ടി യോഗങ്ങൾക്കും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നിന്ന് അനധികൃത കെട്ടിടത്തിലേക്ക് വൈദ്യുതി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 9ഓളം കടമുറികളാണുള്ളത്. ഇതെല്ലാം 1000 രൂപയ്ക്ക് നഗരസഭയിൽ നിന്നും വാടകയ്ക്കെടുത്ത് 10,000 വാങ്ങി മറിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. കടമുറികൾ വീണ്ടും ലേലം ചെയ്യുമെന്ന അറിയിപ്പ് മേയർ കച്ചവടക്കാർക്ക് കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അറിയാതെ നമുക്കിടയിൽ നടന്നുകൊണ്ടിരുന്ന കൊള്ളരുതായ്മ, അതായത് നഗരസഭയും പ്രധാന ഭരണവും ഒരു കയ്യിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വഴി പോലും കെട്ടിയടച്ചുകൊണ്ട് ഒരു പാർട്ടി ഓഫീസ് നിർമ്മിക്കുവാൻ കാണിച്ച ആ ചങ്കൂറ്റം മറ്റൊന്നുമല്ല. ഭരിക്കുന്നത് ഞങ്ങളാണ്, നഗരസഭ ഭരിക്കുന്ന ഞങ്ങളാണ്, കേരളം ഭരിക്കുന്ന ഞങ്ങളാണ് എന്നൊരു ചങ്കൂറ്റമായിരുന്നു. എന്തായാലും ആ ചങ്കൂറ്റമാണ് ഇപ്പോൾ പൊളിച്ചെടുക്കുന്നത്. VV രാജേഷിന്റെ ബുൾഡോസർ എല്ലാ ക്രമക്കേട് നടക്കുന്നിടത്തും എത്തുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്. അത് ചിത്രീകരിക്കാൻ എത്തിയ മാധ്യമ പ്രവർത്തകർ നേരെയാണ് ഈ ആക്രോശവും ഉണ്ടായിരിക്കുന്നത്.